ബി.ജെ.പി സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപമായിരിക്കുകയാണ്. എ ക്ലാസ് എന്ന് ബി.ജെ.പി വിശേഷിപ്പിക്കുന്ന 35 മണ്ഡലങ്ങളിലെ പട്ടിക ബി.ജെ.പി സംസ്ഥാന നേതൃത്വം കേന്ദ്രത്തിന് കൈമാറി. നേമത്ത് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരിക്കുമെന്ന് ഉറപ്പാണ്. വട്ടിയൂർക്കാവിൽ പ്രഥമ പരിഗണന ആർ ശ്രീലേഖയ്ക്ക് നൽകുമ്പോൾ അവരുടെ പേര് വെട്ടണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. വട്ടിയൂർക്കാവിൽ ശോഭാ സുരേന്ദ്രനെ അവതരിപ്പിക്കണമെന്ന് ഒരു കൂട്ടർ ആവശ്യപ്പെടുമ്പോൾ സിനിമാ താരം കൃഷ്ണകുമാറിനെ പരിഗണിക്കണമെന്ന് മറ്റ് നേതാക്കളും ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച ചേർന്ന ബി.ജെ.പി തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലാണ് ആദ്യത്തെ പട്ടികയ്ക്ക് രൂപം നൽകിയത്. ഓരോ മണ്ഡലത്തിലും 3 പേരുകൾ വീതമാണ് പരിഗണനയിലുള്ളത്. എന്നാൽ ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഇനി മാറ്റമുണ്ടാകില്ല. കഴിവുള്ളവർക്കും വിജയസാധ്യതയുള്ളവർക്കും മത്സരിക്കാൻ അവസരമെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. നേമത്ത് ബി.ജെ.പിക്ക് 2 മണ്ഡലം കമ്മിറ്റികളാണുള്ളത്. ഈ രണ്ടിടത്തെയും ഭാരവാഹികളുടെ യോഗം സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവനിൽ ചേർന്നിരുന്നു. ഇത്തരത്തിൽ നേമത്ത് മത്സരിക്കാനുള്ള ഒരുക്കങ്ങളുമായി രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് പോവുകയാണ്. വട്ടിയൂർക്കാവിലാണ് കെ സുരേന്ദ്രന്റെ പേര് ഉയർന്നു വന്നതെങ്കിലും അദ്ദേഹത്തോട് മഞ്ചേശ്വരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നിർദ്ദേശിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വട്ടിയൂർക്കാവിലേക്ക് കളം മാറ്റിയിരുന്ന സുരേന്ദ്രൻ തിരികെ വടക്കൻ കേരളത്തിലേക്ക് തിരിച്ചു. ശോഭാ സുരേന്ദ്രനെ വട്ടിയൂർക്കാവിൽ ഇറക്കാൻ പ്ലാനിട്ടെങ്കിലും പിന്നീട് പാലക്കാട്, കായംകുളം, ഹരിപ്പാട് എന്നീ മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ പരിഗണിക്കാനാണ് ആവശ്യപ്പെടുന്നത്. ബി.ജെ.പി ജയിച്ച് ലോക്സഭയിലെത്തിയതോടെ തൃശൂരും ബി.ജെ.പിക്കാരുടെ ഫേവറേറ്റ് ലിസ്റ്റിലുണ്ട്. ഈ സീറ്റിനായി ലക്ഷ്യം വെച്ച് കളത്തിലിറങ്ങിയ മുൻ കോൺഗ്രസ് നേതാവ് പത്മജ വേണുഗോപാലിനോട് മാറി നിൽക്കാൻ ബി.ജെ.പി ആവശ്യപ്പെട്ടത് അവർക്ക് കനത്ത തിരിച്ചടിയാണ് സമ്മാനിച്ചിരിക്കുന്നത്. മുതിർന്ന നേതാവ് എം.ടി രമേശിനോട് തൃശൂരിൽ രംഗത്തിറങ്ങാൻ ബി.ജെ.പി ആവശ്യപ്പെട്ടതോടെയാണ് പത്മജയുടെ ചീട്ട് കീറിയത്. തൃശൂരിന് പുറമെ കോഴിക്കോടേക്കും രമേശിനെ പരിഗണിച്ചിരുന്നു. എന്നാൽ ജയസാധ്യത പരിഗണിച്ച് തൃശൂരിൽ മാത്രം കേന്ദ്രീകരിക്കാനാണ് നേതാവിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. കോൺഗ്രസ് വിട്ടെത്തിയതോടെ ബി.ജെ.പി ആഘോഷപൂർവ്വം ആനയിച്ച പത്മജയ്ക്ക് സീറ്റില്ല എന്ന വാർത്ത അവരുടെ അണികളെ വലിയ രോക്ഷത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷൻ ഭരണം പിടിക്കുമെന്ന ചിന്തയിൽ പോരാട്ടം നയിച്ചത് പത്മജയാണ്. ലോക്സഭാ സീറ്റ് പിടിച്ചതും തൃശൂർ മണ്ഡലത്തിൽ ലീഡ് നേടിയതും പത്മജയെ ബി.ജെ.പിയെ നയിക്കാൻ പ്രേരിപ്പിച്ചു. എന്നാൽ വെറും 8 മെമ്പർമാരെ മാത്രമേ വിജയിപ്പിക്കാൻ ബി.ജെ.പിക്ക് സാധിച്ചുള്ളൂ. ഇതോടെയാണ് പത്മജയുടെ കണ്ടകശനി തുടങ്ങിയത്. അതിനു പുറമെ പാർട്ടിയിൽ നിന്നുണ്ടായ തുടർച്ചയായ അവഗണനയിലും അവർ അസംതൃപ്തയാണ്. പ്രധാനമന്ത്രി മോദി തിരുവനന്തപുരത്തെത്തി നേതാക്കളെ കണ്ട വേദിയിലും പത്മജ തഴയപ്പെട്ടു. അതിൻ്റെ ക്ലൈമാക്സിലാണ് ഇപ്പോൾ സീറ്റ് നൽകാതെ ബി.ജെ.പിക്കാർ മാറ്റി നിർത്തിയത്. ശ്രീലേഖയിലേക്ക് വന്നാലും സമാനമായ അവസ്ഥയാണുള്ളത്. റിട്ടയർഡ് DGP-ആയി ഷൈൻ ചെയ്ത് നടക്കുന്നതിനിടയിലാണ് മേയർ കുപ്പായം ലക്ഷ്യമിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പോരാട്ടത്തിനിറങ്ങിയത്. ഫലം വന്നപ്പോൾ മിന്നും വിജയം സ്വന്തമാക്കി. എന്നാൽ മേയറായി VV രാജേഷ് തിരഞ്ഞെടുക്കപ്പെട്ടതോടെ ശ്രീലേഖയ്ക്ക് ആദ്യത്തെ അടികിട്ടി. പിന്നാലെ ബി.ജെ.പിയുമായി വലിയ അകൽച്ചയിലേക്ക് വഴിമാറിയ ശ്രീലേഖ കൗൺസിൽ യോഗത്തിൽ നിന്ന് പോലും മാറി നിൽക്കുകയാണ്. പ്രധാനമന്ത്രി മോദിയുമായി കൂടിക്കാഴ്ച നടത്താൻ ഡൽഹിയിലേക്ക് പുറപ്പെട്ട ബി.ജെ.പി കൗൺസിൽ സംഘത്തിൽ നിന്ന് പോലും ശ്രീലേഖ മാറി നിന്നത് നമ്മൾ കണ്ടു. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റില്ലാത്ത അവസ്ഥയുണ്ടായാൽ എന്നേക്കുമായി ശ്രീലേഖ ബി.ജെ.പിയോട് ബൈ പറയാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ സാധിക്കില്ല. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായ കരമന ജയന്റെ പേരാണ് പരിഗണനയിൽ. എന്നാൽ അതിനൊപ്പം തന്നെ കഴിഞ്ഞ തവണ ഈ മണ്ഡലത്തിൽ മത്സരിപ്പിച്ച നടൻ കൃഷ്ണകുമാറിന്റെ പേരും പരിഗണനയിലുണ്ട്. നിലവിൽ മത്സരിപ്പിക്കേണ്ടവരുടെ സാധ്യതാ പട്ടികയിൽ മുൻ ഗവർണർ PS ശ്രീധരൻപിള്ള ഇല്ല എന്നതും ശ്രദ്ധേയമാണ്. ശോഭ വട്ടിയൂർക്കാവിൽ ഇറങ്ങിയാൽ പാലക്കാട് പ്രശാന്ത് ശിവൻ സ്ഥാനാർത്ഥിയാകും. ധാരണയായ മറ്റ് പ്രധാന മണ്ഡലങ്ങളും സ്ഥാനാർത്ഥികളും ഇവയാണ്: നേമം രാജീവ് ചന്ദ്രശേഖർ, കഴക്കൂട്ടം V മുരളീധരൻ, കാട്ടാക്കട PK കൃഷ്ണദാസ്, ആറന്മുള കുമ്മനം രാജശേഖരൻ, മലമ്പുഴ C കൃഷ്ണകുമാർ, ചെങ്ങന്നൂർ സന്ദീപ് വചസ്പതി, പാലാ ഷോൺ ജോർജ്, തിരുവല്ല അനൂപ് ആന്റണി. വൈകാതെ ഘടകകക്ഷികളുമായുള്ള അന്തിമ സീറ്റ് ചർച്ചയും തുടങ്ങും. EDJS 30 സീറ്റാണ് ചോദിക്കുന്നത്. 2020 6 സീറ്റുകളിൽ ജനവിധി തേടും. തർക്കങ്ങളില്ലാത്ത 30 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളാകും ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കുക എന്നും പറയുന്നുണ്ട്.